Hi everyone. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അക്കൗണ്ടിംഗ് ടേംസ് ബേസിക് അക്കൗണ്ടിംഗ് ടേംസിലെ 5 ടേംസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണെന്ന് ഓർക്കുന്നുണ്ടോ? ട്രാൻസാക്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഗുഡ്സ് ഓർ സർവീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു, അതിനുശേഷം ഇതൊക്കെ ഡിസ്കസ് ചെയ്ത് പ്രോഫിറ്റ് ലോസ്, അതിനുശേഷം അസറ്റ്സ്, ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അടുത്ത ടേം ആയിട്ടുള്ള ലയബിലിറ്റി എന്നുള്ളതാണ്. ലയബിലിറ്റി. ഓക്കെ, ലയബിലിറ്റി എന്നുള്ളത് എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കണം. അത് നമുക്ക് ആദ്യം എന്താണ് ലയബിലിറ്റിയുടെ മീനിങ്. ഓക്കെ, ആദ്യമായി ലയബിലിറ്റി നമുക്ക് ഇങ്ങനെ പറയാം. ലയബിലിറ്റി ഈസ് എൻ ഒബ്ലിഗേഷൻ ഓഫ് ഫൈനാൻഷ്യൽ നേച്ചർ ടു ബി സെറ്റിൽഡ് അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ്. ഒരു ബിസിനസ് സംബന്ധിച്ച് എന്താണ് ലയബിലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിലാണ് ആൻസർ ചെയ്യാൻ പറ്റുക. ലയബിലിറ്റി ഈസ് ആൻ ഒബ്ലിഗേഷൻ ഓഫ് ഫൈനാൻഷ്യൽ നേച്ചർ ടു ബി സെറ്റിൽഡ് അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ്. ഒരു ബിസിനസ്സിൽ ഉള്ള ഒരു ഫൈനാൻഷ്യൽ ഒബ്ലിഗേഷൻ എന്താണ് അതിൻ്റെ പ്രത്യേകത? ദാറ്റ് ഈസ് ടു ബി സെറ്റിൽഡ് അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ്. ഫ്യൂച്ചർ ഡേറ്റിൽ, ഇപ്പോഴെന്നല്ല പറയുന്നത്, ഫ്യൂച്ചർ ഡേറ്റിൽ നമുക്ക് സെറ്റിൽ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ ഒബ്ലിഗേഷൻ ആണ്, അല്ലെങ്കിൽ സാമ്പത്തികമായ ഒരു ബാധ്യത എന്ന് പറയാം അല്ലേ. അങ്ങനെയുള്ളൊരു കാര്യത്തിൽ നമ്മൾ എന്ത് പറയുന്നത്? ലയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ്സിൽ ഫ്യൂച്ചറിൽ സെറ്റിൽ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ ഒബ്ലിഗേഷൻ നമ്മൾ എന്ത് പറയുന്നു? ലയബിലിറ്റി എന്ന് പറയുന്നു. സോ അതിനോട് കൂടെ നമുക്ക് എന്താ ആഡ് ചെയ്യാം? ഇറ്റ് റെപ്രസെൻറ്റ്സ് എമൗണ്ട് ഓഫ് മണി ദാറ്റ് ബിസിനസ് ഓവ്സ് ടു അതർ പാർട്ടീസ്. ഇപ്പം നമ്മൾ ഫൈനാൻഷ്യൽ ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ആർക്കെങ്കിലും കൊടുക്കാനുള്ളത്, നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാനുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ബിസിനസ് ആർക്കെങ്കിലും കൊടുക്കാനുള്ള ഒരു എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലയബിലിറ്റി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഫൈനാൻഷ്യൽ ഒബ്ലിഗേഷൻ എന്ന് യൂസ് ചെയ്തു അല്ലേ. എന്താ ഫൈനാൻഷ്യൽ ഒബ്ലിഗേഷൻ എന്ന് തീർച്ചയായിട്ടും പറയാനുള്ള കാരണം? ജസ്റ്റ് ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞ് നിർത്തിയില്ല, ഇവിടെ ഫൈനാൻഷ്യൽ ഒബ്ലിഗേഷൻ. നമ്മൾ ജസ്റ്റ് ഒബ്ലിഗേഷൻ എന്നുള്ളത് എന്താണ്? ഇപ്പം നമുക്ക് പല ആളുകളോട് നമുക്കൊരു ഒബ്ലിഗേഷൻ ഉണ്ടാവും അല്ലേ, നമ്മുടെ ഫ്രണ്ട്സിനോട് അല്ലെ ഫാമിലിയുടെ ഒക്കെ ഒരു ഒബ്ലിഗേഷൻ ആയിരിക്കും. പക്ഷേ ഫൈനാൻഷ്യൽ ഒബ്ലിഗേഷൻ അവിടെ പ്രത്യേകിച്ച് പറയാനുള്ള കാരണം, ബിസിനസ് ആരെങ്കിലും ക്യാഷ് കൊടുക്കാണ്ടെങ്കിൽ അതിന് മാത്രം നമ്മൾ ലയബിലിറ്റി ആയിട്ട് കാണുള്ളൂ. ബിസിനസ്സിന് ആരെങ്കിലും ഹെൽപ്പ് ചെയ്തെന്നോ, അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും ഹെൽപ്പ് ചെയ്ത പോലെ ബിസിനസ്സിന് ആരെങ്കിലും നല്ല ഫേവറായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും, അതിനൊക്കെ നമുക്ക് ലയബിലിറ്റി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. ഇവിടെ ഫൈനാൻഷ്യലി എന്തെങ്കിലും നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുണ്ടെങ്കിൽ അതിനെ മാത്രം എന്ത് പറയുന്നത്? അതിന് ലയബിലിറ്റി എന്ന ടേം കൊണ്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴാണ് ലയബിലിറ്റി വരുന്നത്? ലയബിലിറ്റി വരുന്നത് നമ്മൾ കടത്തിന് സാധനം വാങ്ങി, അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് ക്യാഷ് കടം തരിക, അങ്ങനെ സിറ്റുവേഷനിലൊക്കെയാണ് നമുക്ക് ലയബിലിറ്റി വരുന്നത്. ഇവിടെ എക്സാമ്പിൾ മെറ്റീരിയൽ തന്നുള്ള എക്സാമ്പിൾ നോക്കൂ. വെൻ ഗുഡ്സ് ആർ ബോട്ട് ഓൺ ക്രെഡിറ്റ്, ദ ഫേം വിൽ ക്രിയേറ്റ് an obligation to pay to the supplier the price of goods on an agreed future date. Or when loan is taken from bank, an obligation to pay interest and principal amount is created. ഇവിടെ നമ്മൾ 2 എക്സാമ്പിൾസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യമായിട്ട് ബിസിനസ് ഒരു കടക്കാരൻ, ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് കടത്തിന് സാധനം വാങ്ങുന്നു. ക്യാഷ് കൊടുക്കുന്നില്ല, സാധനം വാങ്ങുമ്പോൾ എന്ത് ചെയ്യുന്നു? ഫ്യൂച്ചറിൽ ഒരു ഡേറ്റിൽ, അപ്പോൾ 1 മാസം കഴിഞ്ഞോ അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞോ ഒരു ഡേറ്റ് പറഞ്ഞിട്ട് ആ ഡേറ്റിൽ ഞാൻ ക്യാഷ് തരാം, അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ സാധനം വാങ്ങുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിലേക്ക് ആ ഡേറ്റ് ആകുമ്പോൾ ഈ എമൗണ്ട് കൊടുക്കണം, അങ്ങനെ ഒരു ഒബ്ലിഗേഷൻ, ഒരു ബാധ്യത നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ് അല്ലേ. അങ്ങനെയുള്ള സംഭവം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയാം? അത് ലയബിലിറ്റി ആണെന്ന് പറയാം. ഓക്കെ, ഇനി അതേപോലെ തന്നെ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാമെന്ന് വിചാരിക്കാം. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് കണ്ടീഷൻ എന്താണ്? അവിടെ ബാങ്കുമായിട്ടൊരു എഗ്രിമെൻ്റ് ഉണ്ട്. ഞാൻ ഇന്ന ഡേറ്റിൽ, അത് പറയുന്ന ഫ്യൂച്ചർ ഡേറ്റ്, അതിനുള്ളിലായിട്ട് ഞാൻ വാങ്ങിയ എമൗണ്ടും എൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ടും അതും അതിൻ്റെ ഇൻട്രസ്റ്റ്, അതായത് പലിശയും കൂടി എന്ത് ചെയ്യും? തിരിച്ചടക്കാം. അങ്ങനെ ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ അതിന് നമ്മൾ എന്ത് പറയുന്നു? ആ ഒരു ഒബ്ലിഗേഷനെ ഫൈനാൻഷ്യൽ ഒബ്ലിഗേഷൻ ആയതുകൊണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നു. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ അസറ്റിനെ ക്ലാസിഫൈ ചെയ്ത പോലെ ലയബിലിറ്റി നമുക്ക് എന്ത് ചെയ്തു? ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ലയബിലിറ്റി നമ്മൾ പ്രധാനമായിട്ടും 2 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ഇന്റേണൽ ലയബിലിറ്റി എന്നും എക്സ്റ്റേണൽ ലയബിലിറ്റി എന്നും. ഇവിടെ പ്രൈമറി ക്ലാസിഫിക്കേഷനാണ് പറയുന്നത്. ഇന്റേണൽ ലയബിലിറ്റി എന്നും എക്സ്റ്റേണൽ ലയബിലിറ്റി എന്നും നമുക്ക് എന്തിനെ ക്ലാസിഫൈ ചെയ്യാം? ലയബിലിറ്റിയെ ക്ലാസിഫൈ ചെയ്യാം. അതിൽ എക്സ്റ്റേണൽ ലയബിലിറ്റി നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. കറണ്ട് ലയബിലിറ്റീസ് ആൻഡ് നോൺ കറണ്ട് ലയബിലിറ്റീസ്. എക്സ്റ്റേണൽ ലയബിലിറ്റിയെ വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. അതായത് ലയബിലിറ്റീസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 2. ദേ ആർ ഇന്റേണൽ ലയബിലിറ്റീസ് ആൻഡ് എക്സ്റ്റേണൽ ലയബിലിറ്റീസ്. ആൻഡ് എക്സ്റ്റേണൽ ലയബിലിറ്റീസ് ആർ again classified into current liabilities and non current liabilities. ഓക്കെ, ഇനി ഇതിൽ ഓരോ കാര്യങ്ങളും നമുക്ക് എന്താണ് ഡീറ്റെയിൽ ആയി നോക്കാം.
നമ്മൾ മെറ്റീരിയൽ പറഞ്ഞ ഓർഡറിലല്ല, നമ്മൾ ഈ പറയുന്ന ക്ലാസിഫിക്കേഷൻ ഓർഡറിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം എന്താണ് ഇന്റേണൽ ലയബിലിറ്റി എന്ന് നോക്കാം അല്ലേ. എന്താണ് ഇന്റേണൽ ലയബിലിറ്റി? നിങ്ങളുടെ മെറ്റീരിയലിൽ കറന്റ് ലയബിലിറ്റീസ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇന്റേണൽ ലയബിലിറ്റി പറയുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഇന്റേണൽ ലയബിലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, ഇന്റേണൽ ലയബിലിറ്റി റെപ്രസെൻറ്റ്സ് പ്രൊപ്രൈറ്റേഴ്സ് ഇക്വിറ്റി. ഇന്റേണൽ ലയബിലിറ്റി റെപ്രസെൻറ്റ്സ് പ്രൊപ്രൈറ്റേഴ്സ് ഇക്വിറ്റി എന്നുള്ളതാണ്. ആരാണ് പ്രൊപ്രൈറ്റർ പറഞ്ഞാൽ? പ്രൊപ്രൈറ്റർ പറഞ്ഞാൽ ബിസിനസിന്റെ ഓണർ. ബിസിനസിന്റെ ഓണറിനെ നമ്മൾ എന്ത് പറയുന്നത്? പ്രൊപ്രൈറ്റർ. ആരാണ് ബിസിനസ്സിലെ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തത് അവരെയാണ് എന്ത് പറയുന്നത്? പ്രൊപ്രൈറ്റർ അല്ലെങ്കിൽ ബിസിനസിന്റെ ഓണർ എന്ന് പറയുന്നത്. അവർക്കുള്ള ഇക്വിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്നത്, പ്രൊപ്രൈറ്റേഴ്സ് ഇക്വിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് എന്ത്? ഇന്റേണൽ ലയബിലിറ്റി. ഇന്റേണൽ ലയബിലിറ്റി എന്ന് പറഞ്ഞ പേര് തന്നെ ഉണ്ട് അല്ലേ. ബിസിനസിന് ഉള്ളിലുള്ള ആർക്കോ കൊടുക്കാനുള്ള ഒരു ഒബ്ലിഗേഷൻ, ഫൈനാൻഷ്യൽ ഒബ്ലിഗേഷൻ, അതാണെന്ത്? ഇന്റേണൽ ലയബിലിറ്റി. ഉള്ളിലുള്ള ബിസിനസിന് ഉള്ളിലുള്ള ആരാണ്? എംപ്ലോയീസിനെയൊക്കെ നമ്മൾ അങ്ങനെയുള്ള കാറ്റഗറി വരുത്തുമോ? അല്ല. ഇവിടെ നമ്മൾ പറയുന്നത് ബിസിനസിന്റെ ഓണർ എന്നൊരു പാർട്ടിയെ മാത്രം, ബിസിനസിന്റെ ഓണർ അല്ലെങ്കിൽ പ്രൊപ്രൈറ്റർ, അദ്ദേഹത്തിന് എന്താ ബിസിനസ് കൊടുക്കാനുള്ളത്? അതിന് കൊടുക്കാനുണ്ടാവുമോ? തീർച്ചയായിട്ടും കൊടുക്കാനുണ്ടാവും. അദ്ദേഹം ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, അത് തിരിച്ചു കൊടുക്കണ്ടേ? ക്യാഷ് ഇൻവെസ്റ്റ് നമ്മൾ ക്യാപിറ്റൽ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിന് പുറമെ ബിസിനസ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? അത് ബിസിനസിന്റെ ഓണർക്കുള്ളതാണ്. അത് കൊടുത്തിട്ടില്ല എന്നെങ്കിൽ അതും കൊടുക്കാനുള്ളതാണ്. അതും എന്താണ്? ലയബിലിറ്റിയാണ്. ഓക്കെ, അതേപോലെ തന്നെ പ്രോഫിറ്റ് എന്തെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ട്, ഇയാൾക്ക് കൊടുക്കാതെ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക, നമ്മൾ റിസർവ് എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ആർക്ക് ഉള്ള ലയബിലിറ്റിയാണ്? ബിസിനസ് ഓണർക്ക് കൊടുക്കാനുള്ള ലയബിലിറ്റിയാണ്. സോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് എന്ത്? ഇന്റേണൽ ലയബിലിറ്റി. സോ ഇന്റേണൽ ലയബിലിറ്റി എന്നത് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇറ്റ് റെപ്രസെൻറ്റ്സ് പ്രൊപ്രൈറ്റേഴ്സ് ഇക്വിറ്റി. ഓണറിന്റെ ഇക്വിറ്റിയെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കാനുള്ള എമൗണ്ട്സ് റെപ്രസെന്റ് ചെയ്യുന്നതാണ് എന്ത്? ഇന്റേണൽ ലയബിലിറ്റി എന്നുള്ളത്. ഇനി അടുത്തായിട്ട് നമ്മൾ പറഞ്ഞത് എന്താണ്? ഇവിടെ എക്സ്റ്റേണൽ ലയബിലിറ്റി. എക്സ്റ്റേണൽ ലയബിലിറ്റി പറഞ്ഞാലും അവിടെ ഇന്റേണൽ ലയബിലിറ്റി അല്ലാത്ത ലയബിലിറ്റീസ് എന്തായിരിക്കും? എക്സ്റ്റേണൽ ലയബിലിറ്റി, അതായത് ബിസിനസ്സിന് ഔട്ട്സൈഡേഴ്സിനെ കൊടുക്കാനുള്ളതാ അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റുള്ള എമൗണ്ട്സിനെ നമ്മൾ എന്ത് പറയുന്നത്? ഇന്റേണൽ ലയബിലിറ്റി അല്ലാത്ത ലയബിലിറ്റീസ് ആണ് എന്ത്? എക്സ്റ്റേണൽ ലയബിലിറ്റീസ്. അപ്പോൾ അതിൽ എന്തൊക്കെ വരാം? ഇന്റേണൽ ലയബിലിറ്റീസ് അല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? എക്സ്റ്റേണൽ ലയബിലിറ്റി. എക്സ്റ്റേണൽ ലയബിലിറ്റിയിൽ പ്രധാനമായിട്ടും രണ്ട് ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? കറന്റ് ലയബിലിറ്റീസ് ആൻഡ് നോൺ കറന്റ് ലയബിലിറ്റീസ്. ഓക്കെ, അപ്പോൾ എന്തിൻ്റെ ബേസിസ് കൊണ്ടാണ് എക്സ്റ്റേണൽ ലയബിലിറ്റി കറന്റ് ആൻഡ് നോൺ കറന്റ് ലയബിലിറ്റി എന്നൊക്കെ പറഞ്ഞുള്ളത്? അതതിൻ്റെ പീരീഡിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ പീരീഡ് ഓഫ് ഹോൾഡിങ്. ഓക്കെ, ആ ലയബിലിറ്റി എത്ര സമയം നമ്മുടെ ബിസിനസ്സിലുണ്ട്, അല്ലെങ്കിൽ ഏത് പീരീഡിൻ്റെ ഉള്ളിലാണ്, എത്ര ടൈമിൻ്റെ ഉള്ളിലാണ് നമ്മളത് തീർക്കേണ്ടത്, അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? കറന്റ് ലയബിലിറ്റി എന്നും നോൺ കറന്റ് ലയബിലിറ്റി എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നോക്കാം എന്താണെന്നുള്ളത്. നോക്കൂ, കറന്റ് ലയബിലിറ്റി. കറന്റ് ലയബിലിറ്റി നമുക്ക് ഇങ്ങനെ പറയാം: എ ലയബിലിറ്റി ഷാൾ ബി ക്ലാസിഫൈഡ് ആസ് കറന്റ് ലയബിലിറ്റി വെൻ ഇറ്റ് ഇസ് സാറ്റിസ്ഫൈ എനി ഓഫ് ദ ഫോളോയിങ്. നമ്മൾ കറന്റ് അസറ്റ്സ് പറഞ്ഞ പോലെ തന്നെ കുറച്ച് പോയിന്റ്സ് ഇവിടെ പറയുകയാണ്. ഈ പോയിന്റ്സിൽ ഏതെങ്കിലും ഒരു പോയിന്റിനെ ഒരു ലയബിലിറ്റി, നമ്മളുള്ള ലയബിലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുക എന്നുണ്ടെങ്കിൽ ആ ലയബിലിറ്റിയെ നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് കറന്റ് ലയബിലിറ്റി ആണെന്ന്. ഓക്കെ, ഒന്നുകൂടി പറയാം. നമ്മൾ ഈ പറയാൻ പോകുന്ന പോയിന്റ്സിൽ ഏതെങ്കിലും ഒരു പോയിന്റ് അല്ലെങ്കിൽ ആ ഒരു ഫീച്ചർ ഒരു ലയബിലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുക എന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് കറന്റ് ലയബിലിറ്റി ആണെന്ന്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് നോക്കൂ എന്താണെന്നുള്ളത്. ആദ്യത്തെ പോയിന്റ് നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ബി സെറ്റിൽഡ് ഇൻ ദ കമ്പനീസ് നോർമൽ ഓപ്പറേറ്റിംഗ് സൈക്കിൾ. ആ ലയബിലിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? കമ്പനിയുടെ നോർമൽ ഓപ്പറേറ്റിംഗ് സൈക്കിൾ, അതായത് ഒരു അക്കൗണ്ടിങ് പീരീഡിൻ്റെ ഉള്ളിലായിക്കൊണ്ട് അത് നമ്മൾ കൊടുത്ത് തീർക്കണം എന്നുള്ളതാണ് വിചാരിക്കുക. ഒരു അക്കൗണ്ടിങ് പീരീഡിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ എന്ത് ചെയ്തു? സെറ്റിൽ ചെയ്യണം. അങ്ങനെയുള്ള ലയബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? അത് കറന്റ് ലയബിലിറ്റി ആണ്. ഓക്കെ, ഇനി അടുത്തായിട്ട് നോക്കൂ. അടുത്തത് എന്താണ്? അടുത്തത് നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് ഹെൽഡ് പ്രൈമറിലി ഫോർ പർപ്പസ് ഓഫ് ബീയിങ് ട്രേഡഡ്. ബിസിനസ്സിൽ അത്തരത്തിലുള്ള ലയബിലിറ്റി വന്നത് നമ്മൾ ഹെൽഡ് ചെയ്യുന്നത് എന്തിനാണ്? ട്രേഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. ട്രേഡിംഗ് പർപ്പസിൻ്റെ ഭാഗമായിട്ടാണ് ആ ലയബിലിറ്റി നമുക്ക് വന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ആരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയെന്ന് വിചാരിക്കുക. ട്രേഡിങ്ങിൻ്റെ ഭാഗമായിട്ട് വാങ്ങുക വിൽക്കുക എന്നുള്ളതാണല്ലോ ട്രേഡിങ് ചെയ്യുന്നത്. സോ ആ ട്രേഡിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ലയബിലിറ്റി വന്നത്. സാധാരണ സൺഡേ ക്രെഡിറ്റേഴ്സ് എന്ന് പറയും അവരെ, അല്ലേ? സൺഡേ ക്രെഡിറ്റേഴ്സ് അവരെന്താണ്? കറന്റ് ലയബിലിറ്റി വരുന്നതാണ്. അത് നമുക്ക് ഒരുപാട് കാലമൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, ഒരു 1-2 മാസത്തിനുള്ളിൽ സെറ്റിൽ ചെയ്യേണ്ടതായിരിക്കും. സോ അങ്ങനെ ട്രേഡിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്ന ലയബിലിറ്റിയെ നമ്മൾ എന്ത് പറയുന്നുണ്ട്? കറന്റ് ലയബിലിറ്റി എന്ന് പറയുന്നുണ്ട്. ദെൻ അടുത്ത മൂന്നാമത്തെ ഒരു പോയിന്റ് പറയുന്നത് നോക്കൂ. ഇറ്റ് ഈസ് ഡ്യൂ ടു ബി സെറ്റിൽഡ് വിതിൻ 12 months ആഫ്റ്റർ ദ റിപ്പോർട്ടിംഗ് ഡേറ്റ്.
ഇതേ പോയിന്റ് പോലെ തന്നെ നമ്മൾ കറണ്ട് അസറ്റിൻ്റെ കാര്യത്തിലും പറഞ്ഞത് അല്ലേ. ഇവിടെയും അതേപോലെ തന്നെ പറഞ്ഞത് റിപ്പോർട്ടിംഗ് ഡേറ്റ് എന്നാണോ അതിന് ആ റിപ്പോർട്ടിംഗ് ഡേറ്റ് തുടങ്ങുന്ന അന്ന് മുതൽ 12 മാസത്തിനുള്ളിലായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ സെറ്റിൽ ചെയ്യണം. ഒരു ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്തെന്ന് വിചാരിക്കാം. ബാങ്കിൽ നിന്ന് ലോൺ പറഞ്ഞത് 10 മാസത്തിനുള്ളിൽ സെറ്റിൽ ചെയ്യണമെന്ന്, അല്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ സെറ്റിൽ ചെയ്യണമെന്ന്. അങ്ങനെ പറഞ്ഞാൽ 12 മാസത്തിന് മുമ്പല്ലേ. ജനുവരി 1-നാണ് ലോൺ എടുത്തതിൻ്റെ റിപ്പോർട്ടിംഗ് ഡേറ്റ് എന്നുള്ളത് ജനുവരി 1-ആണ്. ജനുവരി 1 മുതൽ 6 മാസത്തിനുള്ളിൽ അവർ സെറ്റിൽ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, അത് നമ്മുടെ കറണ്ട് ലയബിലിറ്റിയാണ്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തായിട്ട് പറയുന്നത് എന്താണ്, ദ കമ്പനി ഡസ് നോട്ട് ഹാവ് എൻ അൺകണ്ടീഷണൽ റൈറ്റ് to defer settlement of the liability for at least 12 months after the reporting date. If there is a liability and the company or the business have no right to defer the settlement or the payment of such liability, then we can call that as a current liability. അതായത് ഒരു ബിസിനസ്സിൽ ഒരു ലയബിലിറ്റി ഉണ്ട്. ആ ലയബിലിറ്റിയെ നമുക്ക് 12 മാസത്തിലധികം, അത് ഞാൻ 12 മാസം കഴിഞ്ഞിട്ട് ഞാൻ തരില്ല അങ്ങനെ പറയാനുള്ള ഒരു റൈറ്റ് നമുക്കില്ല. നമുക്കത് ആ സെറ്റിൽമെൻറ്റിനെ നമുക്ക് തടയാനുള്ള റൈറ്റ് നമുക്കില്ല. അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ അത് എന്താണ് കറണ്ട് ലയബിലിറ്റി. എന്താണ് സെറ്റിൽമെൻറ്റ് തടയാനുള്ള ഡെഫർ ചെയ്യാനുള്ള റൈറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് എടുക്കുക, ബാങ്കിൽ നിന്ന് 6 മാസം കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞ സാധനം ഞാൻ 6 മാസത്തിനുള്ളിൽ ഞാൻ തരില്ല എന്ന് പറഞ്ഞാൽ ബാങ്ക് സമ്മതിക്കുമോ? ഇല്ല, നമുക്കങ്ങനെ തരില്ല എന്ന് പറയാനുള്ള റൈറ്റ് നമുക്കില്ല. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു കറണ്ട് ലയബിലിറ്റി എന്ന ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തായിട്ട് നോക്കൂ. അടുത്തായിട്ടുള്ള എന്താണ്, അടുത്തത് നോൺ കറണ്ട് ലയബിലിറ്റീസ് എന്നുള്ളതാണ്. നോൺ കറണ്ട് ലയബിലിറ്റീസ് എന്തായിരിക്കും? നോൺ കറണ്ട് ലയബിലിറ്റീസ് എന്നുള്ളത് ഈ കറണ്ട് ലയബിലിറ്റീസിൽ വരാത്ത കാര്യങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെ കറണ്ട് ലയബിലിറ്റീസ് വരാത്ത കാര്യങ്ങളാണ് നോൺ കറണ്ട് ലയബിലിറ്റീസ്. ഇവിടെ അതന്നെ പറയുന്നത്, ഓൾ അതർ ലയബിലിറ്റീസ് ഷാൾ ബി ക്ലാസിഫൈഡ് ആസ് നോൺ കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് ലയബിലിറ്റീസ് വരാത്ത, ക്ലാസിഫിക്കേഷൻ വരാത്ത ലയബിലിറ്റീസ് ആണ് നോൺ കറണ്ട് ലയബിലിറ്റീസ്. ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്, ലോൺ ടേക്കൺ ഫോർ 5 years. 5 വർഷത്തിനാണ് ഒരാൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തെന്ന് വിചാരിക്കുക. 5 വർഷം എന്നുള്ളത് എന്താണ്, ഒരു അക്കൗണ്ടിങ് പീരീഡ് ആണല്ലോ, അല്ല, മോർ ദാൻ 1 അക്കൗണ്ടിങ് പീരീഡ് ആണ്. സോ അത് എന്താണ്, കറണ്ട് അസറ്റ് എന്ന കാറ്റഗറി, കറണ്ട് ലയബിലിറ്റി എന്ന കാറ്റഗറിയിൽ വരില്ല. അപ്പോൾ നമ്മൾ ഏത് കാറ്റഗറിയിൽ വരും? നോൺ കറണ്ട് ലയബിലിറ്റി എന്നുള്ളത്. അത് ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ബൈ ദ ബിസിനസ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അത് 1-2 വർഷത്തിൽ നല്ല ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുക. ബിസിനസ്സിന് ക്യാപിറ്റൽ റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാറ്. സോ അതും എന്താണ്, ലോങ് ടേമിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അതും കറണ്ട് ലയബിലിറ്റി എന്ന ക്ലാസിഫിക്കേഷനിൽ വരില്ല. അതുകൊണ്ട് എവിടെ വരുന്നത്? നോൺ കറണ്ട് ലയബിലിറ്റീസ്. അപ്പോൾ കറണ്ട് ലയബിലിറ്റീസിന് എക്സാമ്പിൾ പറഞ്ഞില്ല എന്ന് തോന്നുന്നു അല്ലേ. കറണ്ട് ഷോർട്ട് ടേം ലോൺസ്, അതേപോലെ സൺഡേ ക്രെഡിറ്റേഴ്സ്, അങ്ങനെയുള്ള ചെറിയ ലോങ് ടേമിനല്ലാതെ ഷോർട്ട് ടേമിന് വേണ്ടി എടുക്കുന്ന അങ്ങനെ പോലുള്ള കാര്യങ്ങളെ എന്ത് പറയുന്നത്, കറണ്ട് ലയബിലിറ്റീസിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ലയബിലിറ്റി എന്താണെന്ന് പറഞ്ഞു. ലയബിലിറ്റിയിൽ ഇന്ത്യൻ ലയബിലിറ്റി പറഞ്ഞു, എക്സ്റ്റേണൽ ലയബിലിറ്റി പറഞ്ഞു. എക്സ്റ്റേണൽ ലയബിലിറ്റി ക്ലാസിഫിക്കേഷനായിട്ട് കറണ്ട് ലയബിലിറ്റീസും അതേപോലെ തന്നെ നോൺ കറണ്ട് ലയബിലിറ്റീസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ളതാണ്. വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് നോക്കാം നമുക്ക്. വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ളത് കേട്ടിട്ടുണ്ടോ? ഓക്കെ, വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. ഒരു ബിസിനസ് റൺ ചെയ്തു പോകണമെന്നുണ്ടെങ്കിൽ ബിസിനസ്സിൻ്റെ കയ്യിൽ ഒരുപാട് അസറ്റുകളുണ്ട്. ബിസിനസ് വലിയൊരു ബിൽഡിംഗ് ഉണ്ട്, ഒരുപാട് വാഹനങ്ങൾ ബിസിനസ്സിലുണ്ട്, അതേപോലെ തന്നെ ഒരുപാട് മെഷീനറി ബിസിനസ്സിലുണ്ട്. പക്ഷേ ബിസിനസ് എന്തില്ല, ആ മെഷീനറിയിൽ പ്രൊഡ്യൂസ് ചെയ്യാനെങ്കിൽ റോ മെറ്റീരിയൽസ് വാങ്ങാൻ ക്യാഷ് ഇല്ല എന്ന് വിചാരിക്കുക. ബിൽഡിംഗ് ഉണ്ടായിട്ടോ വെഹിക്കിൾസ് ഉണ്ടായിട്ടോ കാര്യമുണ്ടോ? കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, ആ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്ത് ഈ മെഷീനറി ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്ത് ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഒരുപാട് അസറ്റ് ഉണ്ടായിട്ട് കാര്യമില്ല. ആ അസറ്റ് ബിസിനസ് ഓപ്പറേഷൻസിന് ആവശ്യമായ രീതിയിലുള്ള കാര്യങ്ങൾ കൂടി ബിസിനസിൻ്റെ കയ്യിൽ വേണം. സോ ഇവിടെ പറയുന്നത് നോക്കൂ, ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ഫ്ലോ ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് എവറി ഫേം നീഡ്സ് സർട്ടൻ എമൗണ്ട് ഓഫ് കറണ്ട് അസറ്റ്സ്. To ensure the smooth functioning of a business organization, the business needs to ensure there is some current assets in business, such as cash or stock, inventory in a business organization. Okay, ഒരു ബിസിനസ്സിൽ സ്മൂത്ത് ഫംഗ്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പറേഷന് റവന്യൂ കിട്ടുന്നത് നമുക്ക് ഉറപ്പാക്കാൻ വേണ്ടി, എൻഷുർ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം, ചില കറണ്ട് അസറ്റ്സ്, ഇങ്ങനെയുള്ള കറണ്ട് അസറ്റ്സ് ആണ് നമ്മൾ പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞു, മെറ്റീരിയൽ വാങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം, ക്യാഷ് നമ്മുടെ കയ്യിൽ വേണം. സപ്ലയേഴ്സിനെ കൊടുക്കാനുള്ള ക്യാഷ് നമ്മുടെ കയ്യിൽ വേണം. അപ്പോൾ അങ്ങനെയുള്ള കറണ്ട് അസറ്റ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ഇനി അതല്ല, ഇനി പ്രൊഡക്ഷൻ്റെ കാര്യം എടുക്കാം. നമുക്ക് ബിസിനസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഓരോ കസ്റ്റമർ വരുമ്പോൾ അപ്പോഴൊക്കെ ചൂടപ്പം പോലെ വിറ്റ്
കൊടുക്കാൻ പറ്റുന്നതാണ് എല്ലാ പ്രൊഡക്റ്റും. ഇപ്പം നമ്മൾ ബിസിനസ്സിന് കൊക്കക്കോളയുടെ ബിസിനസ്സിന് കോള കമ്പനി എടുക്കുക. കോള കമ്പനി നമ്മൾ ഒരാൾ കോള വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോളയുടെ കമ്പനി പോയിട്ട് അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്ത് അപ്പോൾ നമ്മൾ കയ്യിലേക്ക് തരികയാണോ ചെയ്യുന്നത്? അല്ല. അവരെന്ത് ചെയ്യുന്നു? അവരാവശ്യമായ കാര്യം ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്ത് വെക്കുന്നു, അവർ സ്റ്റോക്ക് ചെയ്യുന്നു. ആ സ്റ്റോക്ക് ആവശ്യമായ സമയത്ത് മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ഇൻവെൻറ്ററി സ്റ്റോക്ക് എന്ന അസറ്റ് അവരുടെ കയ്യിൽ ഉണ്ടാവണം. അല്ലാതെ ഓരോ കസ്റ്റമർ ആവശ്യപ്പെടുമ്പോഴും അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ എല്ലാ പ്രൊഡക്റ്റും പറ്റണം എന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നത് ഇതുപോലെ കറണ്ട് അസറ്റ്സിനെ നമ്മൾ എന്ത് പറയുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ. ബിസിനസ് സ്മൂത്ത് ഫംഗ്ഷനിങ്ങിന് ആവശ്യമായിട്ടുള്ള കറണ്ട് അസറ്റ്സിനെ എന്ത് പറയുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈ വർക്കിംഗ് ക്യാപിറ്റൽ എപ്പോഴും ഞാൻ പറഞ്ഞ കറണ്ട് അസറ്റ്സിന് നാച്ചുറൽ ആയിരിക്കും. ഒരു പക്ഷേ എന്തായാലും അക്കൗണ്ട്സ് റിസീവബിൾ ആവും. എന്താ അക്കൗണ്ട്സ് റിസീവബിൾ ആകുമ്പോൾ ക്യാഷ് ഇങ്ങോട്ട് കിട്ടാനുള്ള നമ്മൾ കടത്തിന് കൊടുത്തില്ല, നമ്മൾ എന്ത് ചെയ്യും? ക്യാഷ് കിട്ടാനുള്ളത് നമുക്ക് എന്ത് പെട്ടെന്നൊരു ആവശ്യം വന്ന് എന്ത് ചെയ്യും? അങ്ങനെയുള്ള ആളുകൾ ക്യാഷ് പോയിട്ട് എനിക്ക് തരാനുള്ള ക്യാഷ് എനിക്ക് വേണമെന്ന് ആവശ്യപ്പെടാം. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം? നമ്മൾ കറണ്ട് അസറ്റ്സ് ആണ്. അതേപോലെ തന്നെ ഏതിൻ്റെ ഭാഗമാണ്? വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഭാഗമാണ്. അതേപോലെ തന്നെ ക്യാഷിൻ്റെ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, അതേപോലെ തന്നെ നമ്മുടെ ബിൽസ് റിസീവബിൾ, സ്റ്റോക്ക്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എന്താണ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി വർക്കിംഗ് ക്യാപിറ്റലിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് കൺസെപ്റ്റ് വർക്കിംഗ് ക്യാപിറ്റലിനെ പറ്റി നമ്മൾ പറയുന്നത്. രണ്ട് തരത്തിലാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലിനെ ട്രീറ്റ് ചെയ്യുന്നത്. രണ്ട് കൺസെപ്റ്റ് അവിടെ ഉണ്ട്. ആ രണ്ട് കൺസെപ്റ്റ് ഒന്ന് ഗ്രോസ് കൺസെപ്റ്റ് ആണ്, ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണ്. എന്താണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ? ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നാൽ ടോട്ടൽ കറണ്ട് അസറ്റ്സ്, ഒരു ബിസിനസ്സിലുള്ള ടോട്ടൽ കറണ്ട് അസറ്റ്സ് ആണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. അതാണ് ഗ്രോസ് കൺസെപ്റ്റ്. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് അസറ്റ്സ് ഓഫ് ദ ബിസിനസ്. ഇനി അതിന് താഴെ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ ആയിട്ട് തന്നിട്ടുണ്ട് അല്ലേ? ലോങ് ടേം ഇന്റേണൽ ലയബിലിറ്റീസ് പ്ലസ് ലോങ് ടേം ഡെപ്റ്റ്സ് പ്ലസ് ടോട്ടൽ കറണ്ട് ലയബിലിറ്റീസ് മൈനസ് എമൗണ്ട് ബ്ലോക്ക്ഡ് ഇൻ ഫിക്സഡ് അസറ്റ്സ്. അങ്ങനെ ഒരു ഇക്വേഷൻ ഒക്കെ തന്നിട്ടുണ്ട്. എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ? നമുക്കൊരു ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അസറ്റ് ഈസിക്കൽ ടു ലയബിലിറ്റീസ് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടില്ലേ? അസറ്റ് ഈസിക്കൽ ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ് എന്നോ അല്ലെങ്കിൽ അസറ്റ് ഈസിക്കൽ ലയബിലിറ്റീസ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ. അതിൻ്റെ ഒരു എക്സ്പാൻഡഡ് വേർഷനാണ് ഈ ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ടു കറണ്ട് അസറ്റ്സ്. അസറ്റ്സ് എന്താണ്? അസറ്റ് ഈസിക്കൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അസറ്റിൽ എന്തൊക്കെ തരത്തിലുള്ള അസറ്റ് ഉണ്ടാവും? കറണ്ട് അസറ്റും ഉണ്ട്, ഫിക്സഡ് അസറ്റും ഉണ്ട്. അസറ്റ് രണ്ട് ക്ലാസിഫിക്കേഷൻ അല്ലേ? അസറ്റിൽ കറണ്ട് അസറ്റ്സും ഉണ്ട്, ഫിക്സഡ് അസറ്റ്സും ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആ ടോട്ടൽ അസറ്റ്സ് പ്ലസ് അതിന് ഈക്വൽ ആണ് എന്ത്? ടോട്ടൽ ലയബിലിറ്റീസ്. ടോട്ടൽ ലയബിലിറ്റീസ് എന്തൊക്കെ വരുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. ലയബിലിറ്റീസ് എന്ന് ഇന്ത്യൻ ലയബിലിറ്റീസും എക്സ്റ്റേണൽ ലയബിലിറ്റീസും. ആ എക്സ്റ്റേണൽ ലയബിലിറ്റീസ് എന്താണ്? ലോങ് ടേമും ഷോർട്ട് ടേമും എന്ന് വരും അല്ലേ? ഷോർട്ട് ടേമിന് എന്ന് പറയുന്നത് കറണ്ട് ലയബിലിറ്റീസ്. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം എന്നാണ് ആ ഇക്വേഷൻ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകാൻ പോകുന്നത്. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് തന്ന് അത് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുമായിരിക്കും. നിങ്ങളോട് ക്വസ്റ്റ്യൻ പറഞ്ഞു, എത്രയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് തന്ന ഡാറ്റ എന്താണെന്ന് വെച്ചാൽ ലോങ് ടേം ഇന്റേണൽ ലയബിലിറ്റി. ലോങ് ടേം ഇന്റേണൽ ലയബിലിറ്റി എന്താണ്? പ്രോപ്പർട്ടി സെക്യൂരിറ്റി, അവിടെ ക്യാപിറ്റലും റിസർവ് കൂടിയ എമൗണ്ട് ആയിരിക്കും. അത് 50,000 റുപ്പീസാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ. ഞാൻ പറയുന്നത് നോട്ട് ചെയ്ത് ഞാൻ പ്രസൻറ്റേഷനിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ഒന്ന് നോട്ട് ചെയ്യുക നിങ്ങൾ. ലോങ് ടേം ഇന്റേണൽ ലയബിലിറ്റി എന്നുള്ളത് നിങ്ങൾക്ക് തന്നുള്ളത് 50,000 ആണ്. അതേപോലെ തന്നെ ലോങ് ടേം ഡെപ്റ്റ്സ്, ബാങ്കിൽ നിന്ന് ഒരു 5 years ലോൺ എടുത്തോ അങ്ങനെ എന്തെങ്കിലും ഡെപ്റ്റ് ഉണ്ട്, അത് 25,000 റുപ്പീസ് ഉണ്ട്. അതേപോലെ തന്നെ കറണ്ട് ലയബിലിറ്റി എന്നുള്ളത് 25,000 റുപ്പീസ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിന് ഒപ്പം നിങ്ങളോട് തന്നിട്ടുണ്ട് എമൗണ്ട് ബ്ലോക്കിന് ഫിക്സ്, അതായത് ഫിക്സ് അസറ്റ്, ബിസിനസ് എത്രയാണ് ഫിക്സ് അസറ്റ് ഉള്ളത് അത് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് 80,000 റുപ്പീസാണ്. 80,000 റുപ്പീസാണ് എത്രയുള്ള ഫിക്സ്ഡ് അസറ്റ് ബിസിനസ്സിനുള്ളത്. ഇനി നിങ്ങളോട് പറഞ്ഞുള്ളത് എത്രയാണ് വർക്കിംഗ് ക്യാപിറ്റൽ, ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. ഇതിന് എങ്ങനെ ചെയ്യാൻ പറ്റും? നിങ്ങൾക്കറിയാം ലോങ് ടേം ഇന്റേണൽ ലയബിലിറ്റീസും ലോങ് ടേം ഡെപ്റ്റ്സും ടോട്ടൽ കറണ്ട് ലയബിലിറ്റീസും ഇത് രണ്ടും കൂട്ടിയ ടോട്ടൽ ലയബിലിറ്റി എന്ന ഒരു ഭാഗമല്ലേ വരുന്നത്. അത് എത്ര വന്നു? 50,000 പ്ലസ് 25,000 പ്ലസ് 25,000 1 lakh വന്നില്ലേ. ഇനി ഇതിന് ഈക്വൽ ആവണം എന്ത്? നമ്മുടെ കറണ്ട് അസറ്റും ഫിക്സ് അസറ്റും കൂടി. കറണ്ട് അസറ്റ് എത്രയെന്ന് നമുക്കറിയില്ല, നമുക്ക് എന്താ അറിയുന്നത്? ഫിക്സ് അസറ്റ് 80,000 എന്ന് അറിയാം. 80,000 നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ അത് ഇന്ന് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? കറണ്ട് അസറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 80,000 കൂടെ എത്ര കൂട്ടിയാൽ നമ്മുടെ 1 lakh നമ്മുടെ ലയബിലിറ്റിയുടെ ടോട്ടൽ എമൗണ്ട് കിട്ടും. 20,000 കൂട്ടിയാൽ എന്ത് കിട്ടും? നമുക്ക് 1 lakh കിട്ടും. സോ ഇവിടെ എത്രയാണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ വരുന്നത്? 20,000 ആണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ വരുന്നത്, അതായത് ടോട്ടൽ കറണ്ട് അസറ്റ്. ഇതിന് നമ്മുടെ ഈ ടെക്സ്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്ത ഇക്വേഷൻ വെച്ചിട്ട് നോക്കുകയാണെങ്കിലോ 50,000 പ്ലസ് 25,000 പ്ലസ് 25,000 അപ്പോൾ 1 lakh കിട്ടി, ലയബിലിറ്റി കിട്ടി. അതിന് എന്ത് കുറച്ചത് എന്താണ്? നമ്മുടെ ഫിക്സ്ഡ് അസറ്റ് മൈനസ് 80,000 കിട്ടിയത് എന്താണ്? 20,000 എന്നുള്ളത് നമ്മുടെ കറണ്ട് അസറ്റ് കിട്ടി. ഓക്കെ, ഞാൻ പ്രോബ്ലം ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, നിങ്ങൾ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഓക്കെ.
ഇനി അടുത്തായിട്ട് അവിടെ അടുത്തൊരു കൺസെപ്റ്റ് വരുന്നത് നോക്കൂ. അടുത്ത കൺസെപ്റ്റ് ആണെന്നുള്ളത് നെറ്റ് കൺസെപ്റ്റ് ആണ്. നെറ്റ് കൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അവിടെ എന്താ പറയുന്നത്? ഇവിടെ നമ്മൾ ടോട്ടൽ കറണ്ട് അസറ്റിനെ വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. പകരം എന്താ ചെയ്യുന്നത്? കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ്, കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ്, അങ്ങനെയാണെന്ന് നമ്മുടെ ബിസിനസ്സിൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ടോട്ടൽ കറണ്ട് അസറ്റ് എന്നുള്ളതായിരുന്നു ഗ്രോസ് കൺസെപ്റ്റിൽ. ഇവിടേക്ക് വന്നപ്പോൾ എന്ത് ചെയ്തു? കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റീസ് കുറച്ചാണ് എന്ത്? വർക്കിംഗ് ക്യാപിറ്റൽ. ഒരു ബിസിനസ്സിന് കറണ്ട് അസറ്റ് എന്നുള്ളത് ഒരു 1,00,000 റുപ്പീസ് കറണ്ട് അസറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. കറണ്ട് ലയബിലിറ്റീസ് എന്നത് 30,000 റുപ്പീസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ വർക്കിംഗ് ക്യാപിറ്റൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കൺസെപ്റ്റ് പ്രകാരം അവിടെ എത്രയാണ്? 1,00,000 മൈനസ് 30,000 എത്രയാണ്? 70,000 റുപ്പീസ് ആണ് അവിടെ വർക്കിംഗ് ക്യാപിറ്റൽ. രണ്ട് കൺസെപ്റ്റിലാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ഒക്കെ നമുക്ക് അടുത്തുള്ള മറ്റുള്ള ഇന്റർമീഡിയറ്റിലൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തൊരു ടേം നമ്മൾ പഠിക്കാൻ പോകുന്നത് കണ്ടിൻജന്റ് ലയബിലിറ്റി. ഇത് നമ്മൾ ലയബിലിറ്റി എന്ന ടേം ഇവിടെ കേൾക്കുന്നുണ്ട് അല്ലേ? പക്ഷെ നമ്മൾ ഒരു പ്രൈമറി ക്ലാസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്റേണൽ ലയബിലിറ്റി, എക്സ്റ്റേണൽ ലയബിലിറ്റി. അതൊന്നും പറഞ്ഞപ്പോൾ നമ്മളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എന്താണ് കണ്ടിൻജന്റ് ലയബിലിറ്റി എന്നുള്ളത്. അപ്പോൾ എന്തായിരിക്കും ഇത്? ലയബിലിറ്റി ആണോ? പേരിൽ ഇത് ലയബിലിറ്റി എന്നുണ്ട് അല്ലേ? പക്ഷെ നമ്മൾ ക്ലാസിഫിക്കേഷൻ പറഞ്ഞില്ല. പ്രൈമറി ക്ലാസിഫിക്കേഷൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്താണ് കണ്ടിൻജന്റ് ലയബിലിറ്റി എന്ന് നോക്കണം അല്ലേ? കണ്ടിൻജന്റ് ലയബിലിറ്റി എന്താണ്? ഇറ്റ് റെപ്രസെന്റ്സ് എ പൊട്ടൻഷ്യൽ ഒബ്ലിഗേഷൻ ദാറ്റ് കുഡ് ബി ക്രിയേറ്റഡ് ഡിപ്പെൻഡിങ് ഓൺ an outcome of future events. Okay, contingent liability, it represents a potential obligation that could be created depending on the outcome of a future event or an event. ഒരു ബിസിനസ്സിൽ ഒരു ലയബിലിറ്റി വരാനുള്ള ചാൻസ് ഉണ്ട്. ലയബിലിറ്റി വന്നിട്ടുണ്ട് എന്നുള്ളതല്ല പറഞ്ഞ്, ലയബിലിറ്റി വരാനുള്ള ചാൻസ് ഉണ്ട്. എപ്പോൾ? ഒരു ഈവൻറ്റിൻ്റെ ഔട്ട്കമ്മിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. ഒരു ഈവൻ്റ് വെച്ചിട്ട്, പക്ഷേ അവിടെ ആ ഈവൻ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ടിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നമുക്ക് ആ ലയബിലിറ്റി വരുമോ ഇല്ല എന്നുള്ളത് എന്ത് ചെയ്യുക, നമുക്ക് ഉറപ്പിക്കാൻ കഴിയുക. അപ്പോൾ നമുക്ക് ഒരു ലയബിലിറ്റിയുടെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു പക്ഷേ ലയബിലിറ്റി ആവാം, അല്ലെങ്കിൽ ലയബിലിറ്റി അല്ലാതിരിക്കാം. ഒരു എക്സാമ്പിൾ പറയാമെന്നുണ്ടെങ്കിൽ, നമ്മളൊരു സപ്ലയർ ഉണ്ടായിരുന്നു, നമുക്ക് ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. ആ സപ്ലൈ ചെയ്യുന്ന അയാൾ നമുക്ക് നമ്മുടെ മനസ്സിലുള്ള കണക്ക് പ്രകാരം, നമ്മുടെ അക്കൗണ്ട്സിലെ കണക്ക് പ്രകാരം നമ്മൾ അയാൾക്ക് ഒന്ന് കൊടുക്കാനുള്ള എല്ലാ എമൗണ്ടും സെറ്റിൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ അയാൾ പറയുന്നത് എന്താണ്? അയാൾക്ക് ഇനി നമ്മൾ ക്യാഷ് കൊടുക്കാണ്ട് 10,000 രൂപ അയാൾക്ക് ക്യാഷ് കൊടുക്കാണ്ടെന്ന് പറഞ്ഞു. നമ്മളോട് ചോദിച്ചു പറഞ്ഞു, നമ്മുടെ അക്കൗണ്ട്സ് നോക്കിയിട്ട് പറഞ്ഞു, ഇതെല്ലാം ഞാൻ തന്നതാണ്, ഓൾറെഡി നിങ്ങളുടെ പേയ്മെൻ്റ് എല്ലാം സെറ്റിൽ ചെയ്തതാണ്, ഇനി ഒന്നും തരാനില്ല എന്ന് പറഞ്ഞു. അയാൾക്ക് പറ്റിയില്ല. അയാൾ എന്ത് ചെയ്തു? കൊണ്ടുപോയി കേസ് എടുത്തു. കോടതിയിലായി, കേസായി. നമ്മുടെ ട്രയലും അദ്ദേഹത്തിൻ്റെ ട്രയലൊക്കെ കഴിഞ്ഞു. ലാസ്റ്റ് ഇനി ഇത് ലയബിലിറ്റി ആവോ ഇല്ലെന്ന് എപ്പോഴാണ് തീരുമാനിക്കുക? നമ്മുടെ ഈ കേസിൻ്റെ അവസാനത്തിൽ ജഡ്ജ് ഫൈനൽ വേർഡിക്റ്റ് പറയുമ്പോൾ, അവസാന വിധി പറയുമ്പോൾ അത് നമുക്ക് അനുകൂലമാണെങ്കിൽ നമ്മളോട് പറയും കോടതി കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ കൊടുക്കണ്ട. ഇനി കോടതി പറയാം നിങ്ങൾ ഇയാൾക്ക് എമൗണ്ട് കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ കൊടുക്കേണ്ടി വരും. സോ അവിടെ ആ ഫൈനൽ വേർഡിക്റ്റ് എന്താണോ അതിനെ ബേസ് ചെയ്തുകൊണ്ട്, ആ ഒരു ഈവൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇത് ലയബിലിറ്റി ആവോ ഇല്ല എന്ന് തീരുമാനിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് പറയുന്നത്? കണ്ടിൻജന്റ് ലയബിലിറ്റി. നമ്മൾ ലയബിലിറ്റി ആയിട്ട് അഡ്മിറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല, നമ്മൾ ലയബിലിറ്റി ആയിട്ട് ഇപ്പം നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നില്ല. ഫ്യൂച്ചറിൽ ഒരു പക്ഷേ ഒരു ഈവൻറ്റിൻ്റെ ഔട്ട്കം നമുക്ക് എതിരാണെന്ന് എന്ത് ചെയ്യും? അവിടെ ലയബിലിറ്റി ആയിട്ട് വരും. സോ അതാണ് കണ്ടിൻജന്റ് ലയബിലിറ്റി എന്നുള്ളത് പറയുന്നത്. ഇതിനൊരിക്കലും നമ്മൾ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. പക്ഷേ എന്ത് ചെയ്യും? അവർ ഫുട് നോട്ടായിട്ട് ഇങ്ങനെ ഉണ്ട് എന്ന് നമ്മൾ അറിയിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഒരു ഫുട് നോട്ട് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അല്ല, ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഭാഗമായിട്ട് ഇത് കൊടുക്കാറില്ല. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാപിറ്റൽ എന്നുള്ളതാണ്. ക്യാപിറ്റൽ എന്താണ്? ക്യാപിറ്റൽ എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ക്യാപിറ്റൽ അതിൽ ഓണേഴ്സ് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നമ്മളെന്ത് പറയുന്നത്? ബിസിനസ്സിൻ്റെ ഓണേഴ്സ് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ആയിരിക്കും ക്യാപിറ്റൽ എന്നുള്ളത്. ബിസിനസ്സിൻ്റെ ഓണേഴ്സ് ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് എമൗണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യും. അവർക്ക് ബിസിനസ് വെറുതെ ആയിട്ട് തുടങ്ങാൻ പറ്റുമോ? ബിസിനസ് തുടങ്ങാൻ ഒരുപാട് ചിലവുണ്ടാവില്ലേ? ആ ചിലവിനൊക്കെ കൂടിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാപിറ്റൽ. അപ്പോൾ ക്യാപിറ്റൽ മീൻസ് the amount invested in the business by its owners or by the proprietor. Capital means the amount invested by the owners. ബിസിനസ്സിൻ്റെ ഓണേഴ്സ് അത് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നമ്മൾ എന്ത് പറയുന്നത്? ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എമൗണ്ട് എന്ന് പറയുമ്പോൾ എപ്പോഴും ക്യാഷ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം അങ്ങനെ ഉണ്ടോ? അങ്ങനെയില്ല. ബിസിനസ്സിൻ്റെ ഒരു പക്ഷേ ക്യാഷിനേക്കാൾ ബിസിനസ് ഒരാൾ, ഇപ്പോൾ 4 ആളുകൾ കൂടി ഒരു ബിസിനസ് തുടങ്ങുകയെന്ന് വിചാരിക്കാം, പാർട്ണർഷിപ്പ് ബിസിനസ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഒരാൾ 50,000 രൂപ ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നു. ഒരാൾ എന്ത് ചെയ്തു? 25,000 കൊണ്ടു. ഒരാൾ പകരം എന്ത് വന്നു? അയാളുടെ ഒരു ബിൽഡിംഗ് കൊടുത്തു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട്. ഒരാൾ കൊടുത്ത ഒരു മോട്ടോർ കാറാണ് കൊടുത്തത്, വെഹിക്കിളാണ് കൊടുത്തത്. അപ്പോൾ 4 ആളുകളും
രണ്ടാളുകൾ ക്യാഷ് ആയിട്ട് കൊടുക്കുന്നു, രണ്ടാളുകൾ എന്ത് ചെയ്തു, ക്യാഷ് അല്ലാതെ തന്നെ. ഒരാൾ ഒരു ബിൽഡിംഗാണ് കൊടുത്തത്, ഒരാൾ ഒരു കാറാണ് കൊടുത്തത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരെല്ലാം ക്യാപിറ്റൽ കൊണ്ടുവന്ന് പറയാൻ പറ്റുമോ? എല്ലാവരും കൊടുക്കുന്ന ക്യാപിറ്റൽ തന്നെയാണ്. കാരണം എന്താ, ക്യാഷ് ആയിട്ട് കൊടുത്താലും അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ ഉള്ള മറ്റെന്തായിട്ട് കൊടുത്താലും ബിസിനസ് തുടങ്ങാൻ വേണ്ടി അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അതിന് നമ്മൾ എന്ത് പറയും? ക്യാപിറ്റൽ എന്ന് പറയും. സോ ഈ ക്യാപിറ്റൽ നമ്മൾ നേരത്തെ പറഞ്ഞത് എന്തിൻ്റെ ഭാഗമാണ്? ഇന്ത്യൻ ലയബിലിറ്റിയുടെ ഭാഗമാണ്. ഇത് തിരിച്ചു കൊടുക്കുന്നത് ലയബിലിറ്റിയാണ് ശരിക്കും ഇല്ലേ? ബിസിനസ്സിനെ സംബന്ധിച്ച് ലയബിലിറ്റിയാണ്. എന്താണ് കാരണം? നമ്മൾ നേരത്തെ കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. എന്താണ്? ബേസിക് പ്രിൻസിപ്പിൾസ് ഒക്കെ പഠിക്കുമ്പോൾ അല്ലേ, ഗെയിം പീരീഡ് ഒക്കെ പഠിച്ചിട്ടുണ്ടാകുന്നല്ലേ, അവിടെ എൻറ്റിറ്റി കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്, ബേസിക് അസംഷൻസ് അല്ലേ. അവിടെ എന്താ പറഞ്ഞത്? അക്കൗണ്ടിങ്ങിൽ എൻറ്റിറ്റി കോൺസെപ്റ്റ്, ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് പറഞ്ഞിട്ട്, ബിസിനസ് വേറെ ബിസിനസ് ഓണർ വേറെ. അപ്പോൾ ബിസിനസ് ഇയാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ബിസിനസ്സിന് ഒരു കടം കൊടുത്ത പോലെയാണ് നമ്മൾ കാണുന്നത്. ബിസിനസ്സിന് ഒരു കടം കൊടുത്ത പോലെ. ഇത് എപ്പോഴും തിരിച്ചു കൊടുക്കണം. ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻസ് വൈൻഡ് അപ്പ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ബിസിനസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യണം? ഈ എമൗണ്ട് തിരിച്ചു കൊടുക്കണം. സോ ഇത് നോർമൽ ലയബിലിറ്റി അല്ല, എങ്ങനെയുള്ള ഈ ഇന്ത്യൻ ലയബിലിറ്റിയുടെ ഭാഗം. നോർമലി നമുക്ക് മറ്റുള്ള കടക്കാരനെ പോലെ അല്ല ക്യാപിറ്റൽ എന്നുള്ളത്. ലയബിലിറ്റി ആണെങ്കിലും നോർമൽ ലയബിലിറ്റി അല്ല. ഓക്കെ, ഇനി ഈ ക്യാപിറ്റൽ എന്നുള്ളത് വലിയ കമ്പനികൾ, ബോഡി കോർപ്പറേറ്റ്സ് എന്ന് പറയുക, അവരുടെ കാര്യത്തിൽ ക്യാപിറ്റൽ എന്ന ടേമിൽ മാത്രമല്ല, ഷെയർ ക്യാപിറ്റൽ എന്നാണ് നമ്മൾ യൂസ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ക്യാപിറ്റൽ റൈസ് ചെയ്യുന്നത് ഷെയറുകൾ ഇഷ്യൂ ചെയ്തിട്ടാണ്. ഷെയർ മാർക്കറ്റിലൊക്കെ ഷെയർ ഇഷ്യൂ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ക്യാപിറ്റൽ റൈസ് ചെയ്യുന്നത്. സോ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? അതിന് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയും കുറച്ച് കാര്യങ്ങൾ, ഇനി 12 ടേംസോളം നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട്, വീഡിയോ ലെങ്ത് കൂടുന്നുള്ളത് കൊണ്ട് നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ.